മക്കളെ വെൽക്കം ബാക്ക് ടു ആർഗാനിക്സ്. നമ്മൾ തൊട്ട് മുന്നേ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 2 മാർക്കിന്റെ ചെയ്യല്ലേ, ലാഗ് അടിക്കരുത്. ഓക്കെ, മടിയന്മാരാവരുത്. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഓക്കെ, വരും മക്കളെ. ഏതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഏതാ? വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. പോളിനേഷൻ ഉള്ളതാണ്. ഏജൻസ് ഓഫ് പോളിനേഷൻ നമ്മൾ 3 ഏജൻസ് ഓഫ് പോളിനേഷൻ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാ? വാട്ടർ പോളിനേഷൻ, വിൻഡ് പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ. അതിൽ വാട്ടറിനെയാണ് ചോദിക്കണം. നോക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താ? വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ഹാവ് മെനി പെക്യുലാരിറ്റീസ്. കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണല്ലോ. റൈറ്റ് ഡൗൺ എനി ഫോർ സച്ച് പെക്യുലാരിറ്റി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 പെക്യുലാരിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓരോ പെക്യുലാരിറ്റി എഴുതിയാലും 1 കിട്ടുള്ളൂ, 1/2 മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 4 എഴുതണം. 4 × ½ എന്ത് കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. മക്കളെ, എല്ലാ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സിനെയും അതിന് കവറിങ് ചെയ്തിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിങ് ഉണ്ടാവില്ലടാ, ഒരു മ്യൂസിലേജിനസ് ഷീത്ത് ഉണ്ടാവുമല്ലോ. ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇവന്മാരുടെ ഈ ഫ്ലവർ ഇൻസെക്ട് വന്നൊന്നും ഇരിക്കാനില്ലല്ലോ. അപ്പൊ ഈ ഫ്ലവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂല? നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യൂല. മൂന്നാമത്തെ കേസ്, ഇവന്മാർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂല? എഗെയിൻ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യണം എന്നുള്ള കൊണ്ട് ഇവന്മാർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂല? ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യൂല. നാലാമത്തെ സംഗതി, എഗെയിൻ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യണം എന്നില്ലാത്തത് കൊണ്ട് ഇവരുടെ കളർ എന്തായിരിക്കൂല? കളർഫുൾ ആയിരിക്കൂല. ഓക്കെ, ഇതാണ് ബേസിക്കൽ ആയിട്ടുള്ള ഇത്. ഇനി നമ്മളുടെ വാലിസ്നേറിയന്റെ കേസിലേക്ക് വരാണെങ്കിൽ, സോസ്റ്റിയറിന്റെ കേസിലേക്ക് വരാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങൾ പറയാണ്ട്. വാലിസ്നേറിയന്റെ കേസ് ഓർമ്മയല്ലേ? ഫീമെയിൽ പാരന്റ് സബ്മേർജ്ഡ് ആയിട്ട് തന്നെ നടക്കും, വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പക്ഷേ മെയിൽ പാരന്റ് ഫീമെയിൽ പാരന്റ് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പൊ ഫീമെയിൽ പാരന്റ് മുകളിലോട്ട് പോകും, മെയിൽ പാരന്റ് സബ്മേർജ്ഡ് ആയിട്ട് കിടക്കുന്നതാണ് വാലിസ്നേറിയന്റെ കേസ്. സോസ്റ്റിയർ ആണെങ്കിൽ രണ്ടും ഇതാണ്. ഓക്കെ, അപ്പൊ സോസ്റ്റിയറോ വാലിസ്നേറിയോ സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതുന്നതിന് പുറമെ എന്തും കൂടി എഴുതണം, മറ്റതും കൂടി എഴുതണം. കാരണം അവിടെ അതിനാണ് എന്തുള്ളത്? ഇമ്പോർട്ടൻസ്. ഈ രണ്ടാമത്തെ സിമ്പിൾ അല്ലേ? എന്ത് സിമ്പിൾ ആയിട്ടല്ലേ 2 മാർക്ക് കിട്ടിയത്? വെരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താ? വാട്ട് ആർ പാലിൻഡ്രോമിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ്? എന്താണ് പാലിൻഡ്രോമിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ പാലിൻഡ്രോമിക് സീക്വൻസ്. എന്താ മക്കളെ പാലിൻഡ്രോമിക്? ഒരു പാലിൻഡ്രോമിക് വേർഡ് എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് എന്ന് വായിക്കുമ്പോഴും ലെഫ്റ്റ് എന്ന് വായിക്കുമ്പോഴും, അതായത് ഫോർവേഡ് വായിക്കുമ്പോഴും ബാക്ക്വേർഡ് വായിക്കുമ്പോഴും സെയിം ഉള്ളതിനെ അല്ലേ നമ്മൾ പാലിൻഡ്രോമിക്. എക്സാമ്പിൾ അല്ലേനോ മലയാളം, നിവിൻ, സമൂസ, കത്രിക എന്നുള്ളതൊക്കെ എക്സാമ്പിൾസ് അല്ലായിരുന്നോ? ഓക്കെ, അത് പാലിൻഡ്രോമിക് വേർഡ്സ്. നമ്മളോട് ചോദിച്ചത് എന്താ? പാലിൻഡ്രോമിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. അപ്പൊ പാലിൻഡ്രോമിക് DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വെച്ചാൽ 5' to 3' ഡയറക്ഷനിലും 3' to 5' ഡയറക്ഷനിലും നമ്മളൊരു DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് നമ്മൾ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, 5' to 3' ഡയറക്ഷനിലും 3' to 5' ഡയറക്ഷനിലും വായിക്കുമ്പോൾ ഒരു DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് നമുക്ക് സെയിം ആയിട്ട് തോന്നുന്നു എങ്കിൽ, സെയിം ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ, അങ്ങനെയുള്ള DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാലിൻഡ്രോമിക്. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മളോട് NCERT പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഏതാ ക്ലാസിക്കൽ എക്സാമ്പിൾ? 5'. അപ്പൊ മക്കളെ 5' ഉം 3' ഇടാൻ മറക്കരുത്. 5' GATTC-3' പാലിൻഡ്രോം അല്ലേ? അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും സെയിം സാധനം. അപ്പൊ ഇതേ സാധനം അവിടുന്ന് ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളത് ഇങ്ങനെ ആയിരിക്കെ. ഇനിയും 5', 3' ആവൂലേ? ഓപ്പോസിറ്റ് ഉള്ളത് 3', 5' ആവും. അപ്പൊ അവിടെ ഉള്ളത് അതേപോലെ ഇങ്ങോട്ട് എഴുതി വെക്കുക. GATTC-3' ആയിടാ മക്കളെ. 2 മാർക്ക് എത്ര സിമ്പിൾ ആയിട്ടാ കിട്ടിയേ. ഓക്കെ, വരൂ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരൂ. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ ആൻജിയോസ്പേം ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ 2 types of fusion takes place. Name the types of fusion. 2 ഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഫ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ സിംഗമി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഫ്യൂഷൻ ഞാൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. രണ്ടാമത്തെ ഫ്യൂഷനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താ മക്കളെ ബി ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദ ന്യൂക്ലിയൈ ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് ഫ്യൂഷൻ? ഓരോന്നിലും ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന്. ഓക്കെ, എന്താ സിംഗമിയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്? സിംഗമിയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് മെയിൽ ഗമീറ്റ്. 2 മെയിൽ ഗമീറ്റ് ഉണ്ട് നമുക്ക് അറിയാം. ഓക്കെ, ഫസ്റ്റ് മെയിൽ ഗമീറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ആരുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും. അപ്പോ ഫസ്റ്റിൽ ഇൻവോൾവ്ഡ് ആയത് ആരൊക്കെയാ? ഫസ്റ്റ് മെയിൽ ഗമീറ്റും എഗ്ഗും. രണ്ടാമത്തെ ഇവനാണ് കേട്ടോ സിംഗമി. ഓക്കെ, ഇനി ട്രിപ്പിൾ ഫ്യൂഷൻ ആരാ? ട്രിപ്പിൾ ഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഇനി പറഞ്ഞു തരൂല, ഞാൻ എഴുതി തരൂല. നേരത്തെ ഓർമ്മ വെച്ച് നിങ്ങൾ പറയണം. ഏതാ ട്രിപ്പിൾ ഫ്യൂഷൻ? ഏതാ ട്രിപ്പിൾ ഫ്യൂഷന്റെ കേസ്? ഏതാ? സെക്കൻഡ് മെയിൽ ഗമീറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? പോളാർ ന്യൂക്ലിയർ ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആരുണ്ടാകുന്നു? PN ഉണ്ടാക്കുന്നു. അപ്പൊ അവിടെ ട്രിപ്പിൾ ഫ്യൂഷനിൽ ആരൊക്കെ വേണം? സെക്കൻഡ് മെയിൽ ഗമീറ്റും വേണം, പോളാർ ന്യൂക്ലിയറും വേണം. സിമ്പിൾ. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ?
ഡിഫൈൻ മൈക്രോസ്പോറോജനസിസ്. മൈക്രോസ്പോറിന്റെ ജനസിസ് ആണ് എന്ത് എന്ന് പറയുന്നത്? മൈക്രോസ്പോറോജനസിസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? റൈറ്റ് ദ പ്ലോയിഡി ഓഫ് മൈക്രോസ്പോർ. എന്താ മൈക്രോസ്പോറോജനസിസ്? ദാ മൈക്രോസ്പോറിന്റെ ജനസിസ് എന്ന് വെച്ചാൽ എന്താ? ജനസിസ് എന്ന് വെച്ചാൽ എന്താ? ഉണ്ടാക്കുക. എന്തുണ്ടാക്കുക? മൈക്രോസ്പോർ ഉണ്ടാക്കുക. മനസ്സിലാക്കി പഠിക്കടാ, കാണാതെ പഠിക്കല്ലേ. അപ്പൊ ഇത് എന്താ ഉണ്ടാക്കുന്നത്? മൈക്രോസ്പോർ ഉണ്ടാക്കുന്നു. അപ്പം എന്താ മൈക്രോസ്പോറോജനസിസ്? മൈക്രോസ്പോറോജനസിസ് ഈസ് എ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ, പ്രൊഡക്ഷൻ ഓഫ് മൈക്രോസ്പോർസ്. പോരട്ടോ, അത്ര പോരട്ടോ. ഇഞ്ഞുമാണ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മൈക്രോസ്പോർസ്. എവിടുന്ന്? ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. മക്കളെ അറിയാതെ പോലും ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് MMC എഴുതരുത്. ആ MMC വേറെയാണേ, അർത്ഥം മാറിയേ. ഓക്കെ, ഫുൾ ഇങ്ങനെ തന്നെ എഴുതണേ. മൈക്രോസ്പോർ മദർ സെൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടേം യൂസ് ചെയ്യാം. എന്താ? പൊള്ളൻ മദർ സെൽ. ഓക്കെ, ഈ പൊള്ളൻ മദർ സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നോ മൈക്രോസ്പോർ ഉണ്ടാകുന്നത് ഏത് വഴിയാ? ഏത് പ്രോസസ്സ് വഴിയാ ഉണ്ടാകുക? മിയോസിസ് വഴി ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? മൈക്രോസ്പോർ. അപ്പൊ ഞാനൊന്ന് കംപ്ലീറ്റ് ഡെഫിനിഷൻ ആയിട്ട് ഒരിട്ടം പറഞ്ഞുതരാവേ. മൈക്രോസ്പോറോജനസിസ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. അല്ലെങ്കിൽ രണ്ടു കൂടി എഴുതണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ബൈ മിയോസിസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജനസിസ്. മക്കളെ മിയോസിസ് അല്ലേ? മിയോസിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? റിഡക്ഷൻ ഡിവിഷൻ നടക്കൂലേ? ആ റിഡക്ഷൻ ഡിവിഷൻ നടന്നാൽ അപ്പൊ ഒബിവിയസ്ലി ഈ ഉണ്ടാകുന്ന മൈക്രോസ്പോറിന്റെ ഫ്ലൂയിഡിറ്റി എന്തായിരിക്കും? അത് N ആയിരിക്കും. ഹാപ്ലോയിഡ് ആയിരിക്കും. സിമ്പിൾ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് any 4 devices discourage to self pollination and to encourage cross pollination in flowering plants. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 എണ്ണം ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 4 എണ്ണം എഴുതിയാൽ മതി. എന്ത് ചെയ്യണ്ട? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പൊ ഏതാ ഒന്നാമത്തത്? ഏതാ ഒന്നാമത്തെ കേസാണ് മക്കളെ? നോൺ സിങ്ക്രണി. ഓക്കെ, നോൺ സിങ്ക്രണി എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? മാച്ച് ഇല്ലായ്മ. ഏതൊക്കെയാ മാച്ച് ഇല്ലായ്മ ഉണ്ടാകുക? ആന്തർ ഡിഹൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കൂല? സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകൂല. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യൂല? ആന്തർ ഡിഹൈസ് ആവൂല. അതാണ് എന്ത്? നോൺ സിങ്ക്രണി. രണ്ടാമത്തെ കേസ് എന്താ മക്കളെ? ആന്തറിനെയും സ്റ്റിഗ്മയെയും എന്ത് ചെയ്യുക? 2 ഹൈറ്റിൽ വെക്കുക. ഡിഫറെന്റ് ഹൈറ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് പൊസിഷനിൽ വെക്കുക. അതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി ഒരു ജനറ്റിക് മെക്കാനിസം ആണ് മക്കളെ. ആ ജനറ്റിക് മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? സെൽഫ്. പറയ് മക്കളെ, പഠിച്ചതാണല്ലോ. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഓക്കെ, നാലാമത്തെ സിമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. നാലാമത്തതാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. വെറും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന്. അതിൽ മൊണീഷ്യസും ഡൈഷ്യസും ഒക്കെ പഠിച്ച് ഓർമ്മയല്ലേ? ഓക്കെ, ആവുകയാണെങ്കിൽ ജസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമല്ല. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് എഴുതിയാൽ മതി, ധാരാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The DNA fragment. Okay, നമ്മൾ ബയോടെക്നോളജിയിലേക്ക് വരികയാണ്. The DNA fragments can be separated using gel electrophoresis. Name the gel used in this technique. നമ്മൾ ഒന്നാമത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന്, അതുകൊണ്ട് ഞാൻ ആൻസർ പറയൂല. ഓക്കെ, ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ടെക്നിക് യൂസ്ഡ്. ഇതും ഞാൻ പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോ ജെൽ യൂസ് ചെയ്തത് ഏതാ? അഗാരോസ്. ഏത് ടെക്നിക്കാ യൂസ് ചെയ്തത്? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. സിമ്പിൾ. എന്റെ മോനെ, ഒരു 2 മാർക്കൊക്കെ കിട്ടാ എന്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ സർട്ടൈൻ സീഡ്സ് മോർ ദാൻ 1 embryo can be seen. നെയിം ദിസ് കണ്ടീഷൻ. നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഏതാ? The name is polyembryony. കുട്ടികളെ 2 എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1 ആണ് സിട്രസ്, സെക്കൻഡ് 1 ആണ് എന്ത്? മാംഗോ. 2 ആണെങ്കിൽ എഴുതിക്കോളി. നേരത്തെ പറഞ്ഞാൽ അത് 2 എഴുതി അപ്പം കേട്ടില്ലല്ലോ. 1 എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. ഓക്കെ, പോളി എംബ്രിയോണി എന്ന് എഴുതുന്നതിനാണ് 1 മാർക്ക്. ഒന്നെങ്കിൽ സിട്രസ് അല്ലെങ്കിൽ മാംഗോ എന്ന് എഴുതുന്നതിനാണ് 1 മാർക്ക്. വിഷയമല്ല, 2 കൂടി എഴുതിക്കോളി. രസല്ലേ? ഓക്കെ, എന്താ അടുത്തത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് സെലക്ടബിൾ മാർക്കർ ആർ 2 important features required for cloning a vector. Explain their role in facilitate cloning. അപ്പൊ ക്ലോണിംഗില് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടറില് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെയും, അതായത് എന്താ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ ഷോർട്ട് ഫോം? ഓറി. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെയും നമ്മളുടെ സെലക്ടബിൾ മാർക്കറിന്റെയും പ്രത്യേകത എന്താണ്? എന്തിനാണ് ഈ 2 ചങ്ങായിമാരെ യൂസ് ചെയ്യണത് എന്നാണ് നമ്മളോട് ചോദ്യം. ഓക്കെ,
അപ്പം ഈ ഓറിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് മൂപ്പര ഫംഗ്ഷൻ എന്താ അതിൽ കൊടുത്തിട്ടുള്ളത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാർട്ടിങ്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? വിചാരിക്കണം. സോ ഓറി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ is a specific DNA sequence that is responsible to initiate replication. അതാണ് ഓറിന്റെ പണി. രണ്ടാമത്തെ പണി എന്താ? സെലക്ടബിൾ മാർക്കർ. എന്താ സെലക്ടബിൾ മാർക്കറിന് എക്സാമ്പിള്? സെലക്ടബിൾ മാർക്കറിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മളെ ആംഫിസിലിൻ റെസിസ്റ്റൻസ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും. NCERT ഫിഗറിൽ AMPR TETR എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ കണ്ട ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ AMP സ്മോൾ ലെറ്ററിലും R ക്യാപിറ്റൽ ലെറ്ററിലും കൊടുത്തിട്ടുള്ള സംഗതി. ഓക്കെ, അപ്പോ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും തമ്മിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ടേം യൂസ് ചെയ്യാം, റീകോംബിനൻസ് ആൻഡ് നോൺ റീകോംബിനൻസ്. അപ്പൊ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വ്യക്തമായിട്ട് മനസ്സിലാകാൻ, അവന്മാരെ തമ്മിൽ നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് ചെയ്ത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് എന്ത് എന്ന് പറയുന്നത്? സെലക്ടബിൾ മാർക്കർ. സെലക്ടബിൾ മാർക്കറിന് എക്സാമ്പിൾ ചെയ്യുന്നു റെസിസ്റ്റൻസ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും. വെരിയടാ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ. ഓക്കെ, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഡൈക്കോട്ട് എംബ്രിയോ ആർ ദർ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഉണ്ടാകുക സൈഗോട്ട് അല്ലടാ, സൈഗോട്ട് ആണ് ഫസ്റ്റ് ഉണ്ടാവുക. സൈഗോട്ട് എന്ന് ആരുണ്ടാകും? പ്രോ എംബ്രിയോ ഉണ്ടാകും. പ്രോ എംബ്രിയോന്ന് ആരുണ്ടാകും? ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ടാകും. ഓക്കെ, ഗ്ലോബുലാർ എംബ്രിയോന്ന് ആരുണ്ടാകും? സെക്കൻഡ് ലാസ്റ്റത്തെ ആളായ ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ ഉണ്ടാകും. ഈ ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ എന്നാണ് പിന്നെ നമ്മളുടെ കഥാനായകൻ. ആരാ കഥാനായകൻ? അവന് വരികയാണ്. ആരാ കഥാനായകൻ? മെച്യൂർ എംബ്രിയോ. ഇതാണ് എന്ത് ഈ ഒരു കറക്റ്റ് ഓർഡറിലാണ് എഴുതി കൊടുത്ത 2 മാർക്ക് സിമ്പിൾ ആയിട്ടാണ് വാങ്ങിയാണ് പോകാം. സീന സാധനം. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്? 2 മാർക്ക് ക്വസ്റ്റ്യൻസിലെ മേജർ കണ്ടന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം 1 മാർക്കിന്റെയും ഡിസ്കസ് ചെയ്തു, 2 മാർക്കിൻ്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിലോട്ട് പോകാനുണ്ട്? 3 മാർക്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മടിയന്മാരാവരുത്. നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്ത മുഴുവൻ ടോപ്പിക്കും പറഞ്ഞ ശേഷം ആ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ എന്ത് കാണണം? 3 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ കാണണം. ഓക്കെ, അപ്പൊ ഇപ്പൊ വരട്ടോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ. ബൈ ബൈ. ഓക്കെ.